Hello, good evening all. Welcome all. So, നമ്മൾ ഇന്നിവിടെ ഒളിമ്പിയാഡ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ മാത്സ് ആൻഡ് ബയോളജി ഒളിമ്പിയാഡ്സിനെ കുറിച്ചിട്ടാണ് ഹൗ ടു ക്രാക്ക് ഒളിമ്പിയാഡ് ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ ഇന്ന് വിദ്യാരംഭമാണല്ലോ. സോ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ക്ലാസ് എടുക്കാനായിട്ട് അവസരം നൽകിയത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ സാറേ? ഓക്കെ. സോ അപ്പോൾ മൈസെൽഫ് സുകന്യ സാർ എന്നെ പരിചയപ്പെടുത്തു. My name is Rahul. ഓക്കെ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. സോ ഓൾറെഡി പറഞ്ഞു ഏതാണ് മാത്സ് ആൻഡ് ബയോളജി ഒളിമ്പിയാഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. സോ ഞങ്ങൾ രണ്ടുപേരും മാത്തമാറ്റിക്സ് ഫാക്കൽറ്റീസ് ആണ്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മാത്സ് ഒളിമ്പിയാഡിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ അല്ലേ സാറേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ. സോ വൈ ഒളിമ്പിയാഡ്, അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. എന്തിനാണ് ഒളിമ്പിയാഡ്സ് എന്നതിനെ പറ്റിയാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് ആൻഡ് സബ്ജക്റ്റ് നോളജ് കൂട്ടാൻ, അതായത് ഡെപ്തിൽ നമ്മൾ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് അതിൻ്റെ പ്രൈം എയിം എന്ന് പറയുന്നത് സബ്ജക്റ്റ് നോളജ് ഇൻക്രീസ് ചെയ്യുക, അതിൻ്റെ ഡെപ്ത് കൂട്ടുക എന്നതാണ്. ഓക്കെ. സ്കൂൾ ലെവലിൽ നമ്മൾ ഓൾറെഡി മാത്സ് പഠിക്കുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ഒളിമ്പിയാഡ് പഠിക്കുന്നത്? ഒളിമ്പിയാഡ് എക്സാമിനേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ അതിലപ്പുറത്ത് എന്തൊക്കെ മാത്സിൽ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. സോ അതിനാണ് ഇവിടെ ആക്ച്വലി ഫസ്റ്റ് എയിം ആയിട്ട് പറയുന്നത് ഡീപ്പൻഡ് സബ്ജക്ട് നോളേജ്. ഓക്കെ. നൗ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സാർ പറഞ്ഞോളൂ. ഇംപ്രൂവ്ഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, അതായത് നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അതായത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു കരിയർ, നമുക്കൊരു കോർപ്പറേറ്റ് ലെവലിൽ ജോലി വേണം, അല്ലെങ്കിൽ അങ്ങനെ ഏത് ലെവലിൽ ചെന്നാലും പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു മസ്റ്റ് സ്കില്ലാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ്ങും ലോജിക്കൽ തിങ്കിങ്ങും ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കില്ലും കൂടെ ഇൻക്രീസ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയാണ് ഒളിമ്പിയാഡ്സ് നടത്തുന്നത്. ഓക്കെ. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇൻക്രീസ്ഡ് കോൺഫിഡൻസ്. ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. ഒളിമ്പിയാഡ് എക്സാമിനേഷൻസ് എഴുതുന്നതോറും നമുക്ക് എന്താണ് ആ മാത്സിലുള്ള നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ആവും അല്ലേ? ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സാറേ? ഡെവലപ്മെന്റ് ഓഫ് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്, അതായത് നമ്മുടെ എക്സാം ഓറിയന്റഡ് കോമ്പറ്റൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അതായത് എക്സാം എഴുതുമ്പോൾ നമ്മൾ എത്രമാത്രം കോമ്പറ്റീറ്റീവ് ആണ് അതിൻ്റെ ആ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇന്ത്യയിലെ ഫുൾ, അതായത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളും എടുത്താലും ഓരോ നാഷണൽ ലെവൽ എടുത്താലും ഫുൾ ഈസ് ബേസ്ഡ് ഓൺ എക്സാം. അതായത് താഴെ തട്ടിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഗവൺമെൻറ് ലെവലിൽ നിന്ന് നോക്കി UPSC ലെവൽ വരെ പോയാലും കോമ്പറ്റൻസി ഈസ് എ മസ്റ്റ് സ്കിൽ. അപ്പോൾ ആ കോമ്പറ്റൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒളിമ്പിയാഡ്സ് നടത്തുന്നത്. അതിൽ മാത്സിൻ്റെ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ. ഓക്കെ. പിന്നെ എന്താ പറയുന്നത്, സെൽഫ് ലേണിംഗ് ആൻഡ് ക്യൂരിയോസിറ്റി അല്ലേ? സബ്ജക്റ്റ് തന്നെ പഠിക്കാനും അതിലേക്ക് നമ്മൾ എങ്ങനെ ഡെപ്തിൽ ഇറങ്ങി ചെല്ലാനും ക്യൂരിയോസിറ്റി ഇൻക്രീസ് ചെയ്യാനും ആകാംക്ഷ കൂട്ടാനും വേണ്ടിയാണ് ഒളിമ്പിയാഡ്സ് നടത്തുന്നത്. ഓക്കെ. ദെൻ പ്രിപ്പറേഷൻ ഫോർ ഫ്യൂച്ചർ എക്സാം അല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാം നമ്മളിവിടെ തന്നെ എന്താണ് നീറ്റ് JEE എക്സാംസിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട് അല്ലേ? സോ ഈ ഒളിമ്പിയാഡ്സ് എക്സാം എഴുതുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് സാറേ വരുന്നത്? പിന്നെ അക്കാഡമിക് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അതായത് സ്കൂളിൽ എക്സാംസ് എഴുതാനും അതുപോലെ അക്കാഡമിക് നോളജ് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിലെ നോളജ് കൂട്ടാനും വേണ്ടി ഒളിമ്പിയാഡ്സ് വളരെ സഹായകരമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് സ്കോളർഷിപ്സ്, അതായത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും പല സ്കോളർഷിപ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്കിൽസും ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ആക്സസ് ചെയ്യാനും അതിൽ മുന്നോട്ട് പോകാനും ഒളിമ്പിയാഡ്സ് വളരെ സഹായകരമാണ് അല്ലെ? പിന്നെ സ്ട്രോങ്ങർ അക്കാദമിക് പ്രൊഫൈൽ അല്ലെ? ഒളിമ്പിയാഡ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അക്കാദമിക് പ്രൊഫൈൽ തന്നെ മാറിപ്പോകുന്നു അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഈ ഒളിമ്പിയാഡ്സ് നമ്മളതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് എന്താണ് ഈ ഒളിമ്പിയാഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത്, ഇതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ. സോ ഇനി നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒളിമ്പിയാഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നാഷണൽ ലെവൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം പലരും എന്താണ് ഇതിനകത്ത് ചില എക്സാംസ് എല്ലാം ഓൾറെഡി എഴുതിയിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് IOQM 2025 എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യൻ ഒളിമ്പിയാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ്. സോ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് IOQM 2025 ആണ്. സോ സെപ്റ്റംബർ 17 ആയിരുന്നു നമ്മുടെ എക്സാം. നമ്മുടെ തന്നെ ഒരു ഫൗണ്ടേഷനിൽ പഠിക്കുന്ന കുട്ടികളും ഒരുപാട് കുട്ടികൾ ഈ ഒളിമ്പിയാഡ് എക്സാമിനേഷൻ IOQM എഴുതിയിട്ടിരുന്ന എന്താണ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ സാറേ? നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, റിസൾട്ട് എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചിട്ട്. സോ എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. IOQM 2000 എക്സാം എഴുതിയ സ്റ്റുഡൻസ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ചെയ്തത്, ഈ ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, ഈ വർഷം വീഡിയോ ഇറക്കിയപ്പോൾ അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ സ്റ്റുഡൻസ് സൈഡിൽ നിന്നുണ്ടായിരുന്നു.
ഓക്കെ, നമ്മളിവിടെ ഒരുപാട് മോക്ക് ടെസ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു, IOQM മോക്ക് ടെസ്റ്റ്. സോ നമ്മുടെ രാഹുൽ സാറിന്റെ കുറെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. IOQM എക്സാംസും അതിന്റെ പോലെ തന്നെ എന്താണ് ആ ക്ലാസിന്റെ ഡിസ്കഷൻ എല്ലാം സാർ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ലെവൽ എന്ന് പറയുന്നത് IOQM നിന്ന് സെലക്ട് ആയ സ്റ്റുഡൻസിനെ റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡിന് സെലക്ട് ചെയ്യും. ആ എക്സാമിൻ്റെ ബേസിസിലാണ് നെക്സ്റ്റ് ലെവലിലോട്ടുള്ള പ്രൊമോഷൻ. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് November 16 ആണ്. ഇനി അടുത്ത ലെവലിനെ പറ്റി മിസ് പറയുന്നതായിരിക്കും. ഓക്കെ, ദെൻ RMO ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് എന്താണ് INMO TC ഒരു ക്യാമ്പ് നടത്തുന്നു. സോ ആ ക്യാമ്പിൽ നിന്ന് നെക്സ്റ്റ് എന്തിലോട്ടാണ് പോകുന്നത്? INMO 2026 എന്ന് പറയുന്ന തേർഡ് സ്റ്റേജ് ഓഫ് ഒളിമ്പിയാഡ് എക്സാമിനേഷൻ ആണ്. ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ്. അത് ആക്ച്വലി ജനുവരിയിലാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് INMO ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു IMO TC 2026 ഒരു ട്രെയിനിങ് ക്യാമ്പാണ്. ദെൻ നെക്സ്റ്റ് PDC എന്ന് പറഞ്ഞാൽ പ്രീ ഡിപ്പാർച്ചർ ക്യാമ്പ്. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് ദ ഫൈനൽ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് 67th IMO 2026, അതായത് ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ്. സോ ഇതിന്റെ എല്ലാം ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് IOQM ആണ്. സോ നമുക്ക് IOQM കുറിച്ച് കൂടുതലൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞു IOQM എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ലെവൽ എങ്ങനെയാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഓൾറെഡി പറഞ്ഞു എന്താണ്, September 7th ഈ ഒരു എക്സാം നടന്നിരുന്നത്. ടൈം എന്ന് പറയുന്നത് 10 to 13 ആണ് ഇവിടെ പറയുന്ന ടൈം എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 30 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഔട്ട് ഓഫ് എത്രയാണ്? 100 മാർക്സ് ആണ്. ഇനി പറയുന്നത് 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 മാർക്ക് ആയിരിക്കും. ദെൻ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 3 മാർക്കാണ്. ദെൻ റിമൈനിങ് 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 5 മാർക്സ്. സോ ടോട്ടൽ നമുക്ക് വരുന്നത് 30 ക്വസ്റ്റ്യൻ. ഇനി ഔട്ട് ഓഫ് എത്രയാണ്? 100 മാർക്സ് ആണ് വരുന്നത്. ഇനി ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. ഇനി ഒരു എക്സാമിൻ്റെ ആൻസർ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻറ്റിജർ ആണ്. 00 മുതൽ 99 വരെ ആയിരിക്കും. സോ ഈ ഓരോ ക്വസ്റ്റ്യനും 30 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. 00 to 99 എന്ന് പറയുന്ന ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കും. ഇറ്റ്സ് OMR ബേസ്ഡ് എക്സാം ആണ്, ഓഫ്ലൈൻ ആണ്. ദെൻ നോ നെഗറ്റീവ് മാർക്കാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്. നമ്മുടെ സ്കൂൾ സിലബസിൽ നിന്ന് അപ്പുറത്തോട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ഞാൻ ബേസിക് ആയിട്ട് ബ്രീഫായിട്ട് ഒന്ന് പറയാം. ഇതിനകത്ത് വരുന്ന സിലബസ് എന്ന് പറയുന്നത് ആൾജിബ്ര, ദെൻ പ്ലെയിൻ ജോമെട്രി, കോമ്പിനാറ്റോറിക്സ്, ദെൻ നമ്പർ തിയറി. ഓക്കെ, സോ ഇതാണ് ഈ IOQM സിലബസ് എന്ന് പറയുന്നത്. ദെൻ കണ്ടക്ടിങ് ബോഡി എന്ന് പറയുന്നത് MTA. ഓക്കെ, then next yes, mathematics teachers association. Okay, then next stage IOQM കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് RMO ആണ്. സാർ പറയും RMO നെ കുറിച്ചിട്ട്. ഓക്കെ, നമുക്ക് RMOയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് IOQM നിന്ന് RMOയിലേക്ക് എങ്ങനെ പോകാം. ഓക്കെ, ഇതിൽ 2 കാറ്റഗറി ഉണ്ട്. ബേസിക്കലി 2 കാറ്റഗറീസ് ആണ് ഇതിലുള്ളത്. 8, 9, 10, 11 ക്ലാസ്സുകളിലെ സ്റ്റുഡൻസ് അവർ IOQM അറ്റ്ലീസ്റ്റ് 10% മാർക്ക് നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്താൽ മാത്രമേ IOQM നിന്ന് RMOയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റൂ. ഫസ്റ്റ് ക്രൈറ്റീരിയ. ഈ 10% കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടികളിൽ നിന്ന് അവർ റാങ്ക് ക്രിയേറ്റ് ചെയ്യും. അതിലെ ഫസ്റ്റ് 200 സ്റ്റുഡൻസ്, 200th റാങ്ക് വരെയുള്ള സ്റ്റുഡൻസിനെ മാത്രമേ ഈ കാറ്റഗറി എയിൽ നിന്ന് സെലക്ട് ചെയ്യൂ. കാറ്റഗറി എ എന്ന് പറഞ്ഞാൽ 8, 9, 10th, 11th സ്റ്റുഡൻസ്. ഇനി കാറ്റഗറി ബിയിലേക്ക് കിടക്കുമ്പോൾ കാറ്റഗറി ബി എന്ന് പറയുന്നത് 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണ്. അതും ഇതുപോലെ തന്നെ 10% മാർക്ക് നിർബന്ധമാണ്. അതിനനുസരിച്ച് അവർ റാങ്ക് ഉണ്ടാക്കും. അതിൽ 40th റാങ്ക്, അപ് ടു 40th റാങ്ക് വരെയുള്ള കുട്ടികളെ മാത്രമേ RMOയിലേക്ക് കടത്തി വിടുകയുള്ളൂ. എന്ന് മാത്രമല്ല, അതുകൂടാതെ ഒരു 5 അഡീഷണൽ ഗേൾസ്, ഒരു ഗേൾസ് കോട്ടയുണ്ട്. കാറ്റഗറി എയിൽ നിന്നുള്ള 5 ഗേൾസ് സ്റ്റുഡൻസിനെ എക്സ്ട്രാ RMOയിലേക്ക് കടത്തി വിടുന്നതായിരിക്കും ബേസ്ഡ് ഓൺ ദെയർ റാങ്ക്. ഓക്കെ, അപ്പോൾ ഇൻ അഡീഷൻ ടു ദാറ്റ് ഗേൾസിന് കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ആണ് അല്ലേ? 5 അഡീഷണൽ ഗേൾസിനെ നമുക്ക് കാറ്റഗറി എയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ വർഷത്തെ RMO വരുന്നത് November 16 ആയിരുന്നു. മുമ്പ് അതിൻ്റെ ഡേറ്റ് November 9 ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ November 16 ആക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഒരു OMR ടൈപ്പ് എക്സാമിനേഷൻ അല്ല. ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 6 ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. അതേപോലെ ഒരു പെൻ ആൻഡ് പേപ്പർ എക്സാമിനേഷനാണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതുപോലെ നമ്മളൊരു ക്വസ്റ്റ്യനെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്നു, അപ്രോച്ച് ചെയ്യുന്നു, ആ അപ്രോച്ചിന് ഇവിടെ മാർക്കുണ്ട്. എന്ന് മാത്രമല്ല, ക്ലിയർ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് ക്ലിയർ പ്രൂഫ്, ഡീറ്റെയിൽഡ് പ്രൂഫ് അതിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന് മാർക്ക് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇതിന് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് INMO ആണ്. അത് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് സെയിം ആണ് കേട്ടോ. IOQM-ന്റെ സെയിം സിലബസ് ആണ് RMOക്ക് വരുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് INMO ആണ്. ഓക്കെ, സോ ഡേറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഏതാണ് January 18th ആണ് ഡേറ്റ് വരുന്നത്. സോ IOQM-ന്റെ സെയിം ആണ്. ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 6, IOQM അല്ല RMOയുടെ സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ആണ് INMOക്ക് വരുന്നത്. 6 ക്വസ്റ്റ്യൻ ആണ്. ഇനി ഓരോ ക്വസ്റ്റ്യനും ക്യാരി ചെയ്യുന്നത് 17 മാർക്സ് ആണ്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ വേണമെന്നില്ല, അത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, അതിനാണ് അവിടെ മാർക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നത് 17 മാർക്സ് ആണ്. ഇനി ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 102 ആണ്. ഓക്കെ, RMO സെയിം ആണ് അല്ലേ സാറേ, 102 ആണ്. ഇനി ഇവിടെ ടൈമിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട്. RMOക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. ദെൻ INMOക്ക് വരുന്ന ടൈം എന്ന് പറയുന്നത് 4.5 hours ആണ്. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ റിക്വയർസ് റൈറ്റിംഗ് ഡീറ്റെയിൽഡ് പ്രൂഫ്. RMO ആൻഡ് INMO അവിടെ ആക്ച്വലി നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൂഫ് വേണം. ഓക്കെ, ദെൻ ഓഫ്ലൈൻ ആണ്, പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് എക്സാം ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് ഇത് ക്വാളിഫൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ടോപ്പ് 30 സ്റ്റുഡൻസ് ഫ്രം കാറ്റഗറി A വിൽ ക്വാളിഫൈ ഫോർ INMO. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പ് 6 സ്റ്റുഡൻസ് ഫ്രം കാറ്റഗറി B qualify for INMO. Then 5 additional girls from category A will qualify for INMO. So ഇത്രയാണ് നമ്മുടെ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ്സിൽ നാഷണൽ ലെവൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യണം, IOQM കഴിഞ്ഞവരെല്ലാം RMOക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇവിടെ RMOയുടെ മോക്ക് ടെസ്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ IOQM-ന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ നിങ്ങൾക്ക് RMOയുടെ എക്സാംസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം റെഡി ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു ഒളിമ്പിയാഡ് നോക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒളിമ്പിയാഡാണ് അല്ലേ സാറേ, ബ്രില്യൻ സയൻസ് ഒളിമ്പിയാഡാണ്. ഇത് നടത്തുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയാണ്. ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 6, 7, 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ 2 ലെവലാണ് ഉള്ളത്. ഫസ്റ്റ് ലെവൽ ഓൺലൈൻ മോഡായിരിക്കും, സെക്കൻഡ് ലെവൽ ഓഫ്ലൈൻ മോഡായിരിക്കും. ഫസ്റ്റ് ലെവലിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രമേ സെക്കൻഡ് ലെവലിലേക്ക് കടത്തി വിടുകയുള്ളൂ. അതേപോലെ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിരിക്കും. ഇതിൽ നമ്മൾ മറ്റ് ഒളിമ്പിയാഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യമോട് ഇവിടെ ഉണ്ട്. അതായത് ഈ എക്സാം എന്ന് പറയുന്നത് ഫോർ എവരി സ്റ്റുഡൻറ്റ്, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റിനും അറ്റൻഡ് ചെയ്യാം. മലയാളത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് MCQ ബേസ്ഡ് എക്സാമിനേഷനാണ്. ഇത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഇവിടെ. എന്ന് മാത്രമല്ല ഇതിൻ്റെ അവാർഡ്സ് എന്ന് പറയുന്നത് വളരെ ആകർഷകരമാണ്. ഒന്ന്, ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. സെക്കൻഡ് റാങ്കിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 50,000 അല്ലേ. തേർഡ് റാങ്ക് എന്ന് പറയുന്നത് 25,000. പിന്നെ 4 തൊട്ട് 15 വരെയുള്ള റാങ്കുകൾക്ക് 10,000 പെർ ഹെഡ്. 16 to 25 5,000 ആണ്. 26 to 50 10,000 rupees. പിന്നെ 51 to 100 എന്ന് പറയുന്നത് അവർക്ക് അവാർഡ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭാശാലികളായ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയാണ് ബ്രില്യൻ സയൻസ് ഒളിമ്പിയാഡ് നടത്തുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജ് മറക്കരുത് November 2025 ആണ്. ദെൻ ലെവൽ 2 എന്ന് പറയുന്നത് January ആണ്. അപ്പോൾ സാർ ഓൾറെഡി പറഞ്ഞു എന്താണ് BSO എന്ന് നമ്മൾ പറയും. BSO ബ്രില്യൻ സയൻസ് ഒളിമ്പിയാഡ് പവേർഡ് ബൈ മലയാള മനോരമ. ഓക്കെ, സോ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. ഇനി 5, 6, 7, 8, 9, 10 അല്ലെ 5th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് എല്ലാ കുട്ടികൾക്കും ഈ എക്സാം എഴുതാം അല്ലേ. ലാസ്റ്റ് ഇയർ നമ്മൾ 8, 9, 10th സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിരുന്നു. ഈ തവണ 5, 6, 7 സ്റ്റുഡൻസിന് വേണ്ടി കൂടെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ അതെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടി എക്സാം എഴുതാം. വേറെ എനിക്ക് തോന്നുന്നില്ല അല്ലെ വേറെ ഏതെങ്കിലും ഒളിമ്പിയാഡ്സ് അങ്ങനെ മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾക്കില്ല. അപ്പോൾ സോ നമ്മുടെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്ലസ് മലയാളം ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും തന്നെ എഴുതാൻ പറ്റും അല്ലേ സാറേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒളിമ്പിയാഡ്സിലോട്ട് പോകാം. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് SCHSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ഹൈസ്കൂൾ സയൻസ്. ഓക്കെ, സോ കണ്ടക്റ്റഡ് ബോഡി എന്ന് പറയുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് IAPT ആണ്. സോ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSCJS എക്സാം എഴുതാൻ പറ്റാത്ത ഏജ് ഓവർ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാം ആണ് SCHSS എന്ന് പറയുന്നത്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് November 30th 2025 സൺഡേ ആണ്. ഓക്കെ, ഇനി ടൈം എന്ന് പറയുന്നത് 10 AM to 12:30 PM ആണ് എക്സാം പറയുന്നത്. ഓക്കെ, 21st September 6
AM മുതൽ എൻറോൾമെന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ ക്ലോസ് ചെയ്യുന്നത് October 5th ആണ്. പിന്നെ നമുക്ക് കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അല്ലേ. സോ എക്സാം എന്താണ്, ഈ ഒരു SCHS എക്സാമിന് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് പറയുന്ന ക്ലാസ് 10 ആൻഡ് ലോവർ ആണ് പറയുന്നത്. ഓക്കെ, എലിജിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10 ആൻഡ് ലോവർ ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് പറയാം. ഫോർമാറ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഷോൾ ഹാവ് 60 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 60 ക്വസ്റ്റ്യൻസിൽ 48 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വിത്ത് സിംഗിൾ കറക്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ദെൻ 12 റിമൈനിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കറക്റ്റ് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ് ഈക്വൽ വെയിറ്റേജ്. ഓക്കെ, എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആയിരിക്കും കിട്ടുന്നത്. ദെൻ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ആക്ച്വലി ക്ലാസ് 10 ആൻഡ് ലോവറാണ് പറയുന്നത്. സോ ക്ലാസ് 10 എല്ലാ സിലബസും അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കണം. ദാറ്റ് ഈസ് ആൾജിബ്ര, പോളിനോമിയൽസ്, ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എല്ലാം പഠിക്കണം. ദെൻ ജിയോമെട്രി, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി തുടങ്ങിയ കോർഡിനേറ്റ് ജിയോമെട്രി തുടങ്ങിയ എല്ലാ ഏരിയാസിൽ നിന്നും പഠിക്കണം. ഈക്വൽ വെയിറ്റേജ് ഫോർ എവറി സബ്ജക്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ അതായത് ക്ലാസ് 8, ക്ലാസ് 9 ഒരു ബേസിക് നോളേജ് ഉണ്ടായിരിക്കണം കേട്ടോ. സോ അതും നമ്മുടെ കയ്യിൽ വേണം. പ്ലസ് ക്ലാസ് 10 സിലബസും കൂടിയിട്ടാണ് ഈ ഒരു SCHSന്റെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഒളിമ്പിയാഡ് എന്ന് പറയുന്നത് നാഷണൽ ലെവൽ സയൻസ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ ആണ്. ഇത് നടത്തുന്നത് CBSE സിലബസ് ബേസ്ഡ് ആണ്. അതേപോലെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 1 തൊട്ട് 10 വരെയുള്ള ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഏത് കുട്ടിക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ബേസ് സിലബസ് എന്ന് പറയുന്നത് CBSE സിലബസ് ആണ്. ICSE, ISC സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ ചില സ്റ്റേറ്റ് ബോർഡ്സിലെ കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാം. ബേസിക്കലി ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് NCERT ആണ്. ഇതാണ് ഇതിൽ അടുത്ത് തന്നെ ഇതിന് ആപ്ലിക്കേഷൻ വിളിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഡേറ്റ്സ് ഒന്നും അത്ര റിവീൽഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒളിമ്പിയാഡ്സ് നോക്കാം. ഇനി അതർ ഒളിമ്പിയാഡ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സയൻസ് ഒളിമ്പിയാഡ് ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് SOF. അതെന്താണ്, ക്ലാസ് 1 to 12 സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒളിമ്പിയാഡാണ്. ദെൻ നെക്സ്റ്റ് സിൽവർ സോൾ ഒളിമ്പിയാഡ്സ്, ദാറ്റ് ഈസ് ക്ലാസ് 10 to 12 സ്റ്റുഡൻസിന് അപ്പിയർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഏതാണ് സാറേ, നാഷണൽ ടീച്ചേഴ്സ് കൗൺസിൽ ഒളിമ്പിയാഡ്സ്. യെസ്, ക്ലാസ് 3 തൊട്ട് 10 വരെയുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ബാക്കി വരുന്ന മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒളിമ്പിയാഡ്സ്. സോ ഇത്തരം ഒളിമ്പിയാഡ്സ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പിയർ ചെയ്യാം. സോ ഈ ഒളിമ്പിയാഡ്സ് എല്ലാം എഴുതുന്നത് കൂടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് എന്ത് ചെയ്യാം, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം അല്ലേ. BSO നമ്മുടെ ഓൾറെഡി നടത്തുന്നുണ്ടല്ലോ ബ്രില്യൻ സയൻസ് ഒളിമ്പിയാഡ് എന്ന് പറയുന്നത്. സോ ഈ ബ്രില്യൻ സയൻസ് ഒളിമ്പിയാഡ്സിൽ നമുക്ക് ചില ക്ലാസ് 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കാണ് എഴുതാമെന്ന് പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം അല്ലേ സാറേ. സോ ക്ലാസ് 5 ഫസ്റ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് കാണാം, ഇതാണ് സിലബസ് എന്ന് പറയുന്നത്. ബേസിക് ഓപ്പറേഷൻ, കമ്പാരിസൺ, ഫ്രാക്ഷൻസ്, ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്, പ്രൈം നമ്പേഴ്സ്, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ആൻഡ് സ്ക്വയർ, പിന്നെ പാറ്റേൺസ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം. ഇവിടെ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് 400 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഒരു സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ഓക്കെ, സൈഡ് ഇൻറ്റു സൈഡ് ഈസ് ഈക്വൽ ടു 400. ഓക്കെ ഓക്കെ, ആ രണ്ട് സൈഡ് ഒരേ ആളെ തന്നെയാണ് നമ്മൾ 2 തവണ മൾട്ടിപ്ലൈ. സോ നമുക്ക് എഴുതാം A × A ഈസ് ഈക്വൽ ടു 400. ഓക്കെ, നമുക്കറിയാം 20 × 20 ആണ് 400. സോ ഈച്ച് സൈഡ് എന്ത് വരും, 20 ആൻസർ വരും. ഓക്കെ, സോ സൈഡ് എന്ത് വരും, ആൻസർ ഈസ് 20. സോ സൈഡ് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ഇത് ക്ലാസ് 5 ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അതാണ് നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഏരിയ ഓഫ് സ്ക്വയർ ആണ്, നമുക്കറിയാം A² ആണ് അല്ലേ. A² ആണ് സൈഡ് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സൈഡ് കണ്ടുപിടിക്കാം അല്ലേ. യെസ്, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ക്ലാസ് 5 വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പോൾ സാർ എന്ന് ചെയ്തോളൂ. ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ LCM എടുത്ത് പ്ലസ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് 4/6 പ്ലസ് 1/8 ആണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ് 8ൻ്റെ 6ൻ്റെ LCM. നമുക്കറിയാം 8ൻ്റെ 6ൻ്റെ LCM 24 ആണ്. ഓക്കെ, ഈ 4/6നെ 24 LCM ആക്കണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4/4. അപ്പോൾ അതെന്താവും, 4 × 4 16, 6 × 4 24. സോ ഫസ്റ്റ് ടേമിൻ്റെ ന്യൂമറേറ്റർ എന്തായി, 16 ആയി. സെക്കൻഡ് ടേം
1/8 ആണ്. ഈ 8നെ 24 ആക്കണമെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ 1 × 3/8 × 3. അപ്പോൾ ന്യൂമറേറ്റർ എന്താവും? 3/24, ഡിനോമിനേറ്റർ 24. സോ സെക്കൻഡ് ടേമിൻ്റെ ന്യൂമറേറ്റർ എന്താവും? 3 വരും. അപ്പോൾ ആൻസർ 19/24. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സോ ആക്ച്വലി നമുക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ 4/6 1/8. സോ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ലൈക്ക് ഫ്രാക്ഷൻ ആണ് അല്ലേ? 4/6 1/8 ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്, അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. സോ സാർ എന്താ ചെയ്തത്? ഫസ്റ്റ് അതിനെ ലൈക്ക് ഫ്രാക്ഷൻ ആക്കി ജസ്റ്റ് ആഡ് ചെയ്യുന്നു. സോ ആൻസർ കിട്ടുന്നത് 19/24. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ക്ലാസ് 6 നോക്കാം അല്ലേ സാറേ? അതെ, ഓക്കെ. നമുക്ക് സിലബസ് ഒന്ന് പറയാമോ? അതെ, സിലബസ് എന്ന് പറയുന്നത് നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, പിന്നെ ഉള്ളത് ഡെസിമൽസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ആവറേജ്, ആംഗിള്, വോളിയം ഓഫ് ക്യൂബ്, പോളിഗൺസ്, പിന്നെ പ്രോപ്പർട്ടീസ്, പോളിഗൺസിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒരു ക്യൂബിൻ്റെ എഡ്ജ് തന്നിട്ടുണ്ട്, അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. നമുക്കറിയാം വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് എ ക്യൂബാണ്. വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ്. നമുക്കിവിടെ എഡ്ജിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 5. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 5 ക്യൂബ് 5 × 5 × 5 ആൻസർ 125 വരും അല്ലേ? ഓക്കെ, അപ്പൊ ക്യൂബിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ് അല്ലേ? ക്യൂബിന്റെ വോളിയം എ ക്യൂബ് ആണ്. സോ എക്ക് നമുക്ക് എന്ത് കൊടുക്കാം? എ എന്ന് പറയുന്നത് ക്യൂബിന്റെ എഡ്ജ് ആണ്, 5 കൊടുക്കാം. സോ 5ന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ 125. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് 7ന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്ലാസ് 7. ഓക്കെ, സിലബസ് ജസ്റ്റ് ഒന്ന് സാറേ പറഞ്ഞു കുട്ടികൾക്കൊന്ന് കേൾക്കാനായിട്ട്. ഇവിടെ ഫസ്റ്റ് നമ്പേഴ്സ്, ഡെസിമൽസ്, അത് എല്ലാത്തിലും ഉണ്ട്. പിന്നെ ലൈൻസ് ആൻഡ് ആംഗിൾസ്, ആംഗിൾസ് ആൻഡ് ലൈൻസ്, പിന്നെ ട്രയാംഗിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി, ഇറ്റ്സ് ഏരിയ, റേഷ്യോ, പെർസെൻറ്റേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നുള്ള ചോദ്യമാണ്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് L പാരലൽ ടു M എന്ന്. L പാരലൽ ടു M വന്നാൽ അതിൻ്റെ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ഈ 55 തന്നെയായിരിക്കും ഇവിടെ വരുന്ന ആംഗിളും. ഓക്കെ, ഈ ആംഗിളും 55. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും when two lines are parallel. എന്ന് മാത്രമല്ല ഇവിടെ x + 55 എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളുകൾ ചേരുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, സ്ട്രൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം x എന്ത് വരും? 180 - 55 ഡിഗ്രി, ആൻസർ 125 ഡിഗ്രി വരും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരും അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇനി ക്ലാസ് 8ൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസ് 8. സോ ക്ലാസ് 8ന്റെ സിലബസ് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ബയോളജി ടീച്ചേഴ്സ് എല്ലാം വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് കുറച്ച് സ്പീഡിൽ ഒന്ന് പോകാം. ഓക്കെ, പാരലൽ ലൈൻസ്, ഏരിയ ഓഫ് ട്രയാംഗിൾ, റേഷ്യോ, മണി മാത്ത്, നമ്പേഴ്സ്, then algebra, square and square root, right triangles, linear equations in one variable, identities and polygons. Okay, so ഇതാണ് നമ്മുടെ ക്ലാസ് 8ന്റെ BSO സിലബസ് എന്ന് പറയുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. If x² + 1/x² = 79, then what is the value of x + 1/x? ഓക്കെ, ഇത് ആക്ച്വലി ഓൾജിബ്രൈക് ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ആക്ച്വലി എന്ത് എഴുതാം? x + 1/xന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് x + 1/x ഹോൾ സ്ക്വയർ? a + b ഹോൾ സ്ക്വയർ വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. വി നോ ദാറ്റ് a + b ഹോൾ സ്ക്വയർ = a² + 2ab + b². സോ സിമിലർലി x + 1/xന്റെ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? x². ഓക്കെ, പിന്നെ എന്ത് വരും? 1/xന്റെ സ്ക്വയർ പ്ലസ് എന്ത് വരും? 2 × x × 1/x അല്ലെ? അപ്പൊ 2 എന്ന് എഴുതാം. എക്സും 1/xും കട്ട് ചെയ്തു അല്ലേ സാറേ? അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഓക്കെ, സോ ഈ x² + 1/x² ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്രയാണ്? 79 അല്ലേ? സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 79 + 2 ആൻസർ എത്ര വരും? 81 വരും. ഇത് സ്ക്വയർ ആണ്. നമുക്ക് x + 1/x ആണ് കണ്ടുപിടിക്കുന്നത്. x + 1/xന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് x + 1/xന്റെ വാല്യൂ എങ്ങനെ എഴുതാം? x + 1/x = എന്ത് വരും? ± √81 എന്ന് വരും അല്ലെ? ± √81. √81 എന്ന് പറയുന്ന 9 അല്ലേ? സോ ആൻസർ ± 9 വരണം അല്ലേ സാറേ? പക്ഷെ നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനില് -9 ഇല്ല അല്ലേ സാറേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി ആണെന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ക്ലാസ് 9ൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്ലാസ് 9ന്റെ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് പെയർസ് ഓഫ് ഇക്വേഷൻ, പോളിനോമിയൽസ്, ന്യൂ നമ്പേഴ്സ്, ഇറാഷണൽ, മൾട്ടിപ്ലിക്കേഷൻ, സർക്കിൾ മെഷേഴ്സ്, ദെൻ പാർട്സ് ഓഫ് സർക്കിൾ,
സർഫസ് ഏരിയ ആൻഡ് വോളിയം ട്രയാങ്കിൾസ് ക്വാഡ്രിലാറ്ററൽസ്. ഇതാണ് നമ്മുടെ ക്ലാസ് 9ന്റെ സിലബസ്. സോ നമുക്ക് സർക്കിൾ മെഷേഴ്സ്, സർക്കിളിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Okay, so in the given figure, AD is diameter of the circle. If angle BCD equal to 130 degree, then what is the value of angle DAB? So നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ആംഗിൾ BCD എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ 130 ഡിഗ്രി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിൾ DAB എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? സോ ഇവിടെ BD എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ സാറേ? ഇല്ല, ഇതിന്റെ ആവശ്യമില്ല. കാര്യം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ABCD എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അവരുടെ ഓപ്പോസിറ്റ് ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓൾറെഡി ഇവിടെ 130 തന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും? 50 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ BD ഒക്കെ വരച്ചത്. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഈ 4 പോയിന്റ്സ് ABCD എന്ന് പറയുന്ന 4 പോയിന്റ്സും ലൈ ഓൺ എ സർക്കിൾ ആണ്. സോ 4 പോയിന്റ്സും സർക്കിളിലെ അല്ലെ വൃത്തത്തിലെ പോയിന്റ്സ് ആണെങ്കിൽ അത്തരം ക്വാഡ്രിലാറ്ററൽസിനെയാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. സോ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് സപ്ലിമെന്ററി ആയിരിക്കും. സപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സം എടുത്തു കഴിഞ്ഞാൽ 180. സോ ഇത് 130 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 50 ആയിരിക്കും. സോ നമുക്ക് വേറെ മെഷർമെന്റ്സിന് ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് എന്തെഴുതാം? 50. നമ്മുടെ ഒളിമ്പിയാഡ് എക്സാമിനേഷനിൽ ചിലത് ഇങ്ങനെയാണല്ലേ, ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പക്ഷേ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, സോ നമ്മുടെ സമയമായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്ലാസ് 10ൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, സോ ക്ലാസ് 10ന്റെ സിലബസ് എന്ന് പറയുന്നത് പെട്ടെന്ന് പറയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഹയർ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് അല്ലേ സാറേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അരിത്മെറ്റിക് പ്രോഗ്രഷൻ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോർഡിനേറ്റ് ജിയോമെട്രി, പോളിനോമിയൽസ് ആൻഡ് ട്രിഗ്നോമെട്രി, പിന്നെ സർഫസ് ഏരിയ ആൻഡ് വോളിയംസ്, പ്രോബബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. പിന്നെ ജോമെട്രി ആൻഡ് ഓൾജിബ്ര. ഓക്കെ, നമുക്കിപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നിന്നാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്. നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. സ്റ്റാർട്ട്സ് വിത്ത് 5, 8, 11, 14 അങ്ങനെ പോകുന്ന ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലേ. എന്താണ് ഫസ്റ്റ് 20 ടേംസിന്റെ സം ആണ് കണ്ടുപിടിക്കുന്നത്. സോ SN എന്ന് പറയുന്നതിന് നമുക്ക് എന്തെഴുതാം? സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് എഴുതാം. സോ ഇതിനകത്ത് നമ്മളൊരു ഫോർമുല പഠിക്കുന്നുണ്ട്. SN ഈക്വൽ ടു എന്താണ്? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഈ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AP-യുടെ ഫസ്റ്റ് ടേം ആണ്. സോ ഫസ്റ്റ് ടേം ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 5 ആണ്. സോ a എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇനി d എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ആണ്. AP-യുടെ കോമൺ ഡിഫറൻസ് ഓർക്കുന്നുണ്ടോ? എങ്ങനെയാ കിട്ടുന്നത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ഓക്കെ, സോ 8 മൈനസ് 5 എടുത്താൽ നമുക്ക് 3 കിട്ടും, അല്ലെങ്കിൽ 11 മൈനസ് 8 എടുത്താൽ 3 കിട്ടും. 14 മൈനസ് 11 എടുത്താലും ആൻസർ 3 ആണ്. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ n എന്തായിരിക്കും സാർ? n എന്തായിരിക്കും? ഇവിടെ സം ഓഫ് 20 ടേംസ് ആണ്. സോ n is 20. n equal to 20. സോ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. സോ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? n/2 എന്ന് പറയുമ്പോൾ 20/2 ഇൻറ്റു 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 2 ഇൻറ്റു 5 പ്ലസ് എന്ത് വരും? 19 ഇൻറ്റു അല്ലെ n-1 എന്ന് പറയുമ്പോൾ 20 മൈനസ് 1 19 ആവും. 19 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 10 ആണ്, ഇത് 10 വരും, പ്ലസ് ഇത് എത്ര വരും? 57. ഓക്കെ, സോ 57 ബ്രാക്കറ്റിൽ ഒരു ഓപ്പറേഷൻ വന്നാൽ ബോട്ട്മാസ് റൂൾ അല്ലെ, ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഫസ്റ്റ് ചെയ്യണം. സോ 57 പ്ലസ് 10 എന്ത് കിട്ടും? 67 ഇൻറ്റു 10. അപ്പൊ എത്ര കിട്ടും? 670. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ ഇതാണ് നമ്മുടെ ക്ലാസ് 10ന്റെ സിലബസും ക്വസ്റ്റ്യനും. സോ നമ്മൾ ഓൾറെഡി എല്ലാ ക്ലാസ്സിന്റെയും കുറെ ക്വസ്റ്റ്യൻസും സിലബസും എല്ലാം പറഞ്ഞല്ലേ. നമുക്ക് ടൈം എന്ന് പറയുന്നത് 7:30 കഴിഞ്ഞു. സോ മാത്സ് മാത്രമേ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്യാം? അതെ, ബയോളജി എടുക്കാനായിട്ട് നമ്മൾ ആരാ വരുന്നത് സാറേ? അനു മിസ്സും പിന്നെ എവലിൻ മിസ്സും. ഓക്കെ, സോ നമ്മുടെ 2 ടീച്ചേഴ്സും ബയോളജി ഒളിമ്പിയാഡ്സിനെ കുറിച്ച് പറയുന്നതിനും അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാനും റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ നമുക്കിനി നെക്സ്റ്റ് അവരെ വെൽക്കം ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ മാത്സ് വൈൻഡപ്പ് ചെയ്യാം. ബയോളജി ടീച്ചേഴ്സ് വരും. ഓക്കെ, താങ്ക് യു.
ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് മാത്സ് ഒളിമ്പ്യാഡിനെ പറ്റി കേട്ടിരിക്കുകയാണ് അല്ലേ? ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബയോളജി ഒളിമ്പ്യാഡിനെ പറ്റിയാണ്. സോ മൈസെൽഫ് അനു സെബാസ്റ്റ്യൻ, മൈസെൽഫ് ഈവ്ലിൻ. ഓക്കെ. അപ്പോൾ ഇന്ന് വിദ്യാരംഭത്തിൻ്റെ ദിവസം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ ക്ലാസ് നൽകാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഒളിമ്പ്യാഡ് എക്സാമിനെ പറ്റി പറഞ്ഞു തുടങ്ങാം അല്ലേ? നമുക്ക് സയൻസ് ഒളിമ്പ്യാഡിനെ പറ്റി അവരോടൊന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. What is Science Olympiad? It's a national and international level competitive examination to identify students' knowledge, problem solving skills and ability to think beyond classroom. ക്ലാസ്റൂമിന് അപ്പുറം നിങ്ങളെ ചിന്തിപ്പിക്കാനും നിങ്ങളുടെ കഴിവുകൾ വളർത്താനുമുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഒളിമ്പിയാഡ് എക്സാംസ് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഈ ഒളിമ്പ്യാഡ് എക്സാംസിനെ ക്രാക്ക് ചെയ്യാം. സോ ഞങ്ങൾക്ക് നിങ്ങളോട് 2 ടിപ്സാണ് അതിന് പറഞ്ഞു തരാനുള്ളത്. ഹൗ ടു ക്രാക്ക് ദ ഒളിമ്പ്യാഡ് എക്സാംസ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ സെക്കൻഡ് വൺ ഈസ് പ്രാക്ടീസ് റെഗുലർലി. 2 കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒളിമ്പ്യാഡ് ക്രാക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്കായി ഒരുക്കുന്നതും ഈ 2 കാര്യങ്ങളാണ്. അതായത് ആക്ച്വലി വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് എ വെരി ബെറ്റർ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ യു ആൻഡ് ഓൾസോ വി ആർ ഗിവിംഗ് മെനി മോക്ക് എക്സാംസ് ടു പ്രാക്ടീസ് യുവർ എക്സാമിനേഷൻ ദ സ്കിൽസ് അല്ലേ? നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് മോക്ക് എക്സാംസ് തരുന്നുണ്ട്. നിങ്ങളെ ഒരുക്കാനായിട്ടാണ് BSO ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാല ഒരുക്കിയിരിക്കുന്നത്. So coming to Brilliant Science Olympiad by Brilliant Study Center Pala, powered by Malayalam Manorama. അപ്പോൾ നമുക്ക് നോക്കാം BSOയിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്. നമുക്ക് പാസ്റ്റ് ഇയേഴ്സിലും BSO എക്സാം സീരീസ് മോക്ക് എക്സാം സീരീസുകൾ ഉണ്ടായിരുന്നു. ബട്ട് ഫോർ 8, 9, 10 സ്റ്റുഡൻസിന് വേണ്ടിയായിരുന്നു അത്. ഈ വർഷം നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് 5 to 10 ക്ലാസ് സ്റ്റുഡൻസിന് വേണ്ടിയാണ് ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് എക്സാം സീരീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എക്സാം സ്ട്രക്ചർ നോക്കാം. 2 ലെവൽസ് ഉണ്ട്. നമുക്ക് ഓൺലൈൻ മോഡ് നവംബർ 2025 കണ്ടക്ട് ചെയ്യും. ദെൻ ഓഫ്ലൈൻ മോഡ് ലെവൽ 2 വരുന്നത് ജാനുവരി 2026 നമ്മൾ കണ്ടക്ട് ചെയ്യും. അതെ. ദെൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റിനും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സോ എക്സാമിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സിലബസ് ഒരുക്കിയിട്ടുണ്ട്. സോ ആ സിലബസിൽ നിങ്ങളുടെ ക്ലാസ് അനുസരിച്ച് നിങ്ങൾ ഏത് ബോർഡ്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ക്ലാസ് അനുസരിച്ചുള്ള ടോപ്പിക്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ആ സിലബസിൽ ഒരുക്കിയിരിക്കുന്നത്. അട്രാക്ഷൻ എന്താ നോക്കൂ, 25 lakh വർത്ത് പ്രൈസസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, പ്രിപ്പയർ വെരി വെൽ. അതെ, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു സിലബസ് ഡിസ്കസ് ചെയ്യുകയാണ്. സോ എങ്ങനെയാണ് BSO എക്സാമിന് വേണ്ടിയുള്ള ബയോളജി ടോപ്പിക്സ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോ കമ്മിങ് ടു ദ സിലബസ്. So we have biology topics for grade 5, living and non-living things, avരുടെ characteristics, differences, then human body organs, functions, then getting to know plants means herb, shrub, trees, differences, everything, example, sense organs, then natural resources, which all natural resources are there, which all are we are using, utilizing, exploiting, how to conserve them, everything. Okay. സോ ഈ സിലബസ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ക്ലാസ് 5 വളരെ ബേസിക് ആയിട്ടുള്ള ബയോളജിയാണ് തന്നിരിക്കുന്നത്. അതെ, അപ്പം നല്ല രീതിയിൽ അത് പഠിക്കുക, നന്നായിട്ട് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക, മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. Then coming to class 6 biology syllabus. So fundamental unit of life. സെല്ലിനെ പറ്റി തന്നെയാണ് ആദ്യം സിലബസ് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫുഡ് അല്ലേ, ന്യൂട്രിയൻസ്. വാട്ട് ആർ ദ ന്യൂട്രിയൻസ് വി ആർ റിക്വയറിംഗ് ആൻഡ് ഓൾസോ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്. അതെ, ഡിസീസസ്. Yes, coming to reproduction in plants, plant reproduction, sexual reproduction. അതെ, okay. Then coming to adaptation. നമുക്കറിയാം ഏത് ഓർഗാനിസം ആണെങ്കിലും പ്ലാന്റ് ആണെങ്കിലും ആനിമൽ ആണെങ്കിലും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളോട് അവർക്ക് അവരുടെ സ്പെസിഫിക് അഡാപ്റ്റേഷൻസ് ഉണ്ട്. സോ യു ഷുഡ് സ്റ്റഡി ദാറ്റ് അഡാപ്റ്റേഷൻ. ദെൻ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് അല്ലേ, മൈക്രോബ്സ്, പ്ലാന്റ്സ്, ആനിമൽസ്, എത്ര ഡൈവേഴ്സ് ആണ് നമ്മുടെ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. സോ ഡൈവേഴ്സിറ്റിയെ പറ്റി അറിഞ്ഞിരിക്കുക. സോ ഇതും വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ക്ലാസ് 6 വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സോ 6th സ്റ്റുഡൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിക്കുക. ഓക്കെ, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. Then coming to class 7. Class 7th ബയോളജി ടോപ്പിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റെസ്പിറേഷൻ, റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പറ്റി, പിന്നെ ഡൈജഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, പ്രോസസ്സസ്, ദെൻ ഫോട്ടോസിന്തസിസ്, ഹൗ ഇറ്റ് ഈസ് ഡൺ, മെത്തേഡ്, സ്റ്റെപ്സ്, എവറിത്തിങ്. ദെൻ ഫോറസ്റ്റ്, നമ്മൾ വാട്ട് ഓൾ ബെനിഫിറ്റ്സ് വി ആർ getting from forest, how we should conserve them, what is the necessity, ella. Then crop protection also, farming practices, okay, basic level farming practices, okay, 7th grade la nammal include ചെയ്തിട്ടുണ്ട്. അതെ,
ദെൻ കമ്മിങ് ടു ക്ലാസ് 8 തുടങ്ങി നിങ്ങൾ സിലബസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കുറച്ചുകൂടെ ഹയർ ലെവൽ സിലബസ് ആണ് ക്ലാസ് 8 സ്റ്റുഡൻസിന് വേണ്ടി തരുന്നത്. സോ ദറ്റ് ഇൻക്ലൂഡ്സ് മൈക്രോ ഓർഗാനിസംസ്, ഫ്രണ്ട് ആൻഡ് ഫോ. ദാറ്റ് മീൻസ് ബോത്ത് ദ ബെറ്റർ, അവരുടെ ഹാംഫുൾ ആയിട്ടുള്ള അതുപോലെ ബെനിഫിറ്റ് ആയിട്ടുള്ള എല്ലാ യൂസസിനെ പറ്റിയും അതുപോലെ ഡിസീസസിനെ പറ്റിയും ഒക്കെ നമുക്ക് ഇവിടെ കാണാനുണ്ട്. ആൻഡ് കമ്മിങ് ടു ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസ്, അതുപോലെ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇൻ ദ കേസ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ദെൻ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, ഇതാ ഒരു ഡൈവേഴ്സിറ്റി റിലേറ്റഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇത്രയധികം ഡൈവേഴ്സ് ആണെന്ന് പറയുമ്പോൾ മറക്കരുതാത്തൊരു കാര്യമാണ് കൺസേർവിങ് ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. റീച്ചിങ് ദ ഏജ് ഓഫ് അഡോളസൻസ്, യു ആർ എൻ്ററിങ് ഇൻ ടു ദ അഡോളസൻസ് നോ. അപ്പോൾ നിങ്ങൾ അഡോളസൻസിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെ കെയേഴ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്, ഡൂസ് ആൻഡ് ഡോൺസ്. അപ്പോൾ അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് റീച്ചിങ് ദ ഏജ് ഓഫ് അഡോളസൻസ്. ദെൻ സെൽ ടിഷ്യൂ, ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് സെൽസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ടിഷ്യൂസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, വേരിയസ് അഗ്രികൾച്ചർ സെക്ടേഴ്സ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആണ് പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ്, ക്ലാസിഫിക്കേഷൻ, അതെ, ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസം. അതിൽ മെയിൻ ആയിട്ട് എക്കോളജി ടോപ്പിക്സ് വരുന്നത്, എക്കോസിസ്റ്റം, ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, ബയോഡൈവേഴ്സിറ്റി, ഇന്ററാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എക്കോളജി ആണ് ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ കമ്മിങ് ടു റീപ്രൊഡക്ഷൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലേ. ഇപ്പം നമുക്ക് പ്ലാന്റ്സിന്റെ കേസിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയാനായിട്ട് പറ്റും. അതുപോലെ ആനിമൽസിലും നമ്മൾ ക്ലാസ് 8 ആയതുകൊണ്ട് തന്നെ വളരെ ഡെപ്തിൽ വരുന്നില്ല എങ്കിൽ പോലും നമുക്ക് എല്ലാ ഓർഗാനിസത്തിന്റെയും അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സും നമ്മൾ പഠിക്കുന്നുണ്ട്. യെസ്. Then coming to digestion, respiration, transportation അല്ലേ. അപ്പോൾ ലൈഫ് പ്രോസസ്സസ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് 8 സ്റ്റുഡൻസ് അടിപൊളിയായിട്ട് ടോപ്പിക്സ് ഒക്കെ പഠിക്കുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. Then coming to class 9, 9th നമ്മൾ മെയിൻ ആയിട്ട് സെൽ, വാട്ട് ഇസ് സെൽ, ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്, ദെൻ കോമ്പിനേഷൻ ഓഫ് സെൽസ്, ടിഷ്യൂസിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ്, നമ്മൾ ഏതൊക്കെ ആനിമൽ ഹസ്ബൻഡറി ടെക്നിക്സ്, ഏതൊക്കെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് യൂസ് ചെയ്താൽ നമുക്ക് ഫുഡ് റിസോഴ്സ് ഇംപ്രൂവ് ചെയ്യാം, ഫുഡ് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാം. പിന്നെ നമ്മൾ പഠിക്കുന്ന 2 ലൈഫ് പ്രോസസ്സസ്, സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽ, എങ്ങനെയാണ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ആ ഏരിയയിൽ നമ്മൾ പഠിക്കുന്ന ഫോട്ടോസിന്തസിനെ പറ്റി, വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ബയോമോളിക്യൂൾസ്, ലിവിങ് മോളിക്യൂൾസിനെ പറ്റി പഠിക്കുന്നുണ്ട്. സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ, ഓൾ പാർട്ട് ഓഫ് സെൽ, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം and circulatory system. Transport means circulatory system, then respiratory system, then excretory system ne patti, kidneys and all. Then body movements, difference between locomotion, movement, locomotory organs, everything we will discuss. Then reproduction, കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക്, ക്ലാസ് 9 ആയതുകൊണ്ട് 8ലേക്കാളും കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിക്കും. ദെൻ അഡോളസെൻസ്, ടീനേജേഴ്സ് ഫോളോ ചെയ്യേണ്ട ഹൈജീനിക് പ്രാക്ടീസസ്, ലൈഫ് സ്റ്റൈൽ പാറ്റേൺ, ഡയറ്റ് പാറ്റേൺ, ഇതൊക്കെ നമ്മൾ പഠിക്കും. അവരുടെ ബോഡി ചേഞ്ചസ് ഇതൊക്കെ നമ്മൾ പഠിക്കും. ദെൻ ക്ലാസിഫിക്കേഷൻ, ബയോളജിക്കൽ വേൾഡ് ഓർ ലിവിങ് വേൾഡ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അതെ, ആനിമൽസിലും പ്ലാന്റ്സിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസിഫിക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ കമ്മിങ് ടു ക്ലാസ് 10 BSO സിലബസ്. ഇപ്പോൾ ബയോളജിയിലെ ലൈഫ് പ്രോസസ്സസ് കണ്ടോ, വളരെ ഷോർട്ടായിട്ട് അങ്ങ് തന്നു അല്ലേ. ഇപ്പം അതിൽ പ്ലാന്റ് അതുപോലെ തന്നെ അനിമൽ ലൈഫ് പ്രോസസ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ, ബിക്കോസ് യു ആർ 10 സ്റ്റുഡൻസ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വാസ്റ്റ് ആയിട്ട് അതിനെപ്പറ്റി അറിയാമായിരിക്കണം. ലൈഫ് പ്രോസസ് ഇൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ദെൻ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹോർമോൺസ് ആണ്, പ്ലാന്റ് ഹോർമോൺസ്, അനിമൽ ഹോർമോൺസ്, ഫങ്ഷൻസ്, അവരുടെ ഡ്യൂട്ടീസ് ഒക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ദെൻ ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്, ഇവിടെയും ഈ ഒരു ക്ലാസ് 10ലും റീപ്രൊഡക്ഷൻ എന്ന ടോപ്പിക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഹെറിഡിറ്റി അതുപോലെ തന്നെ ജെനറ്റിക്സ് ഫോർ ലൈഫ്, ഇത് രണ്ടും ജെനറ്റിക്സ് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ജെനറ്റിക്സ് റിലേറ്റഡ് ബേസിക് ആയിട്ടുള്ള മെൻ്റലിസം കാര്യങ്ങളൊക്കെ നമുക്ക് ഹെറിഡിറ്റിയിൽ പഠിക്കാനുണ്ട്, ക്രോസസ് ഒക്കെ. ദെൻ ജെനറ്റിക്സ് ഫോർ ലൈഫിൽ DNA ഫിംഗർ പ്രിൻറ്റിങ് അതുപോലെ ജീൻ തെറാപ്പി ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ദെൻ അവർ എൻവയോൺമെൻറ്റ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് എക്കോളജി തന്നെയാണ്. അപ്പോൾ എക്കോസിസ്റ്റം, ഫുഡ് ചെയിൻ, ഫുഡ് വെബ് അല്ലെ, ബയോജിയോ കെമിക്കൽ സൈക്കിൾസ്, ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ പാത്സ് ഓഫ് എവല്യൂഷൻ, നമ്മൾ എങ്ങനെയാണ് എവോൾവ് ചെയ്തത്, പ്ലാന്റ്സിൽ എങ്ങനെയാണ് എവല്യൂഷൻ, ദ ബേസിക് തിയറീസ് ഇൻ എവല്യൂഷൻ, അതൊക്കെയാണ് അവിടെ ടോപ്പിക്സ് വരുന്നത്. ദെൻ ബിഹൈൻഡ് സെൻസേഷൻസ്, നമ്മുടെ സെൻസറി ഓർഗൻസിനെ പറ്റിയ ഫങ്ഷൻസിനെ പറ്റിയ ഒരു സ്റ്റഡി, അതുപോലെ തന്നെ നമുക്കറിയാം ന്യൂറൽ സിസ്റ്റം അല്ലേ, നെർവ് സിസ്റ്റത്തെ പറ്റിയ ഒരു സ്റ്റഡി. അപ്പോൾ ഇത്രയാണ് ബിഹൈൻഡ് സെൻസേഷൻസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് 10 സ്റ്റുഡൻസ് നിങ്ങൾക്ക് കൂടുതൽ ടോപ്പിക്സ് ഉണ്ട്, വളരെ ഡെപ്തിൽ തന്നെ പഠിക്കുക. ഓക്കെ, അങ്ങനെ BSO എക്സാമിലേക്ക് അറ്റൻഡ് ചെയ്യുക. പ്രൈസസ്
വിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുവാണ് ഈ ഒരു BSO സിലബസ് പറയുന്നതോടൊപ്പം തന്നെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഇനി കടക്കുന്നത് ദ ഫർദർ ഒളിമ്പ്യാഡ് എക്സാംസിലേക്കാണ്. അതായത് മറ്റൊരു എക്സാം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ്. ദ നെയിം ഓഫ് എക്സാമിനേഷൻ ഈസ് NSEJS, നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ജൂനിയർ സയൻസ്. ഓക്കെ, സോ ഈ എക്സാം മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് ഫോർ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 8, 9 and 10 വേണ്ടിയാണ്. എക്സാം ഡേറ്റ് വരുന്നത് നമുക്ക് 23rd നവംബറിലാണ്. For more details, you can log into www.iapt.org.in. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എക്സാം ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. എനിക്കറിയാം മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് നിങ്ങൾ മിക്കവാറും തന്നെ എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ആയിട്ട് എന്താണ് എക്സാമിൻ്റെ പാറ്റേൺ, അതുപോലെ തന്നെ ഏതൊക്കെ ലെവൽസ് ആണ് ഉള്ളതെന്ന് നോക്കാം. സോ NSEJS എന്ന് പറയുന്നത് IAPT കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ സയൻസ് എക്സാമിനേഷൻ്റെ ഫസ്റ്റ് ലെവലാണ് NSEJS എക്സാമിനേഷൻ. ഈ ലെവൽ ക്വാളിഫൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് സെക്കൻഡ് ലെവലിലേക്ക് കടക്കാവുന്നതാണ്. ദാറ്റ് ഈസ് ഇന്ത്യൻ നാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ്. ഓക്കെ, INJSO എക്സാമിനേഷന് വേണ്ടി എൻട്രി ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്കായി ഫർദർ സെലക്ഷൻ ക്യാമ്പ്സ് ഉണ്ട്, ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ്. ദെൻ അതിൽ നിന്നും സെലക്ട് ആകുന്ന വിദ്യാർത്ഥികൾക്ക് പ്രീ ഡിപ്പാർച്ചർ സെലക്ഷൻ ക്യാമ്പ്. ആൻഡ് ഫൈനലി സെലക്റ്റഡ് ആവുന്ന സ്റ്റുഡൻസിന് വേണ്ടി എന്താണ് വെയിറ്റിംഗ്? ദാറ്റ് ഈസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്. ഓക്കെ, അപ്പോൾ എത്ര വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ നിങ്ങളെ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ BSOയുടെ സിലബസുമായിട്ട് വളരെയേറെ അടുത്ത സിലബസാണ് നമ്മുടെ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിൽ IAPT ഒരുക്കിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള BSO പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ NSEJS എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ എക്സാമിൽ 3 സബ്ജക്റ്റുകളാണുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും. ആൻഡ് 2 hour എക്സാമിനേഷൻ ആണ്. 48 ക്വസ്റ്റ്യൻസ് MCQ സിംഗിൾ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് റിമൈനിങ് 12 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ യു വിൽ ബി ഹാവിങ് എ ടോട്ടൽ ഓഫ് 60 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ കമ്മിങ് ടു NSEJS ബയോളജി സിലബസ്. നമ്മൾ പറഞ്ഞു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്. ബയോളജി സിലബസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓർഗനൈസേഷൻ ഇൻ ദ ലിവിങ് വേൾഡ്. അപ്പോൾ ലിവിങ് വേൾഡ് ഓർഗനൈസേഷനിൽ ഉദ്ദേശിക്കുന്നത് സെൽ, tissue, anatomical arrangement and anatomy in plants, and also structural organization in the case of animals. Then life process, basically life process, other transportation varunnundu, animals like circulation, അതുപോലെ excretion, digestion, plants ആണെങ്കിൽ photosynthesis, respiration, every life processes are included. Then coming to environment, ecology related ആയ biosphere, then ecosystem, food chain interactions ഒക്കെ നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. ദെൻ നാച്ചുറൽ റിസോഴ്സസ് അല്ലേ. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിനെ പറ്റി ഹൗ ടു പ്രൊട്ടക്ട് ഇറ്റ് ആൻഡ് ഫർദർ ഡീറ്റെയിൽസ് ആണ് നാച്ചുറൽ റിസോഴ്സസിൻ്റെ അണ്ടറിൽ വരുന്നത്. അതും ഒരു എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടിന്യൂവേഷൻ ടോപ്പിക്സ് തന്നെയാണ്. ഹൗ ടു കൺസേർവ് ഇറ്റ്, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫുഡ് പ്രൊഡക്ഷൻ അല്ലേ, അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസ്, ആനിമൽ ഹസ്ബൻഡറി ടെക്നിക്സ്, സസ്റ്റൈനബിൾ വേസ്, ഹൗ ടു ഇംപ്രൂവ് ദ ഫുഡ് പ്രൊഡക്ഷൻ, അതെ, ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുഡ് പ്രൊഡക്ഷൻ്റെ ഇംപ്രൂവ്മെൻറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ BSO പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ NSEJS എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ കമ്മിങ് ടു സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ഹൈസ്കൂൾ സയൻസ്, ദാറ്റ് ഈസ് SCHSS. ഈ എക്സാമിനേഷൻ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് IAPT, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് ആണ്. എന്താണ് ഈ എക്സാമിൻ്റെ ഉദ്ദേശം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട എക്സാം അല്ലേ NSEJS. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇഷ്യൂ മൂലം ഈ എക്സാം എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കായിട്ടാണ്, അതും ഈ വർഷമാണ് SCHS എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ലക്കിയാണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ഇഷ്യൂ കൊണ്ട് NSEJS അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും യു ക്യാൻ അറ്റൻഡ് ദ SCHSS എക്സാമിനേഷൻ. അപ്പം അത് കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത് ക്ലാസ് 10 സ്റ്റുഡൻസിനെ ആണെങ്കിലും ക്ലാസ് 8, 9, 10 സ്റ്റുഡൻസിനും അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഈ രജിസ്ട്രേഷൻ പോർട്ടൽ ഓൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞു. സെപ്റ്റംബർ 21 ടു ഒക്ടോബർ 5 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എക്സാമിനേഷൻ നമ്മൾക്ക് വരുന്നത് നവംബർ
30th 2025 at 10 AM ആണ്. സോ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്ത് ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെ മിസ്സേ, ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ October 5th വരെയാണ് നമ്മുടെ ഡേറ്റ് ഉള്ളത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ദെൻ കമ്മിങ് ടു ദ എക്സാം പാറ്റേൺ, നമുക്ക് ഉള്ള സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. അതെ, NSC JS മാത്സ് ഇല്ലായിരുന്നു, ബട്ട് SC HSS മാത്സ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. 10 AM to 12:30 PM 2.5 hours ആണ് ഈ എക്സാമിന്റെ ഡ്യൂറേഷൻ. ക്വസ്റ്റ്യൻസ് 48 സിംഗിൾ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻസ് വരും. അതിനുശേഷം 12 മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻസ്. സോ ഹിയർ ഓൾസോ സെയിം ആണ്, അല്ലേ? 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെ. Then syllabus, CBSE board syllabus in India for class 10 and lower. Okay, CBSE board syllabus തന്നെയാണ് ഇതിലും മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്ലാസ് 10 and lower സിലബസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. ദെൻ ഒരു ഓവറോൾ നമുക്ക് SC SSന്റെ ബയോളജി സിലബസ് ഒന്ന് കാണാം. ഈ സിലബസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ, ചാപ്റ്ററുകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ, ലൈഫ് പ്രോസസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ്, ഹെറിഡിറ്റി, അവർ എൻവയോൺമെന്റ്, the fundamental unit of life, tissue, improvement in food resources, crop production and management, microorganisms, friend and foe, conservation of plants and animals, reproduction in animals, reaching the age of adolescence. അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതെ, റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്. നമ്മൾ BSOയിലും ഇതേ ടോപ്പിക്സ് ആണ് കണ്ടത്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കൂ കുട്ടികളെ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് എക്സാമുകളെല്ലാം അറ്റൻഡ് ചെയ്യാനും ക്രാക്ക് ചെയ്യാനും സാധിക്കും. കാരണം ഇതിലെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് എല്ലാം എത്രയോ സിമിലർ ആണ്. സോ വി ആർ ഗിവിംഗ് യു ഹൈലി practice to do these all examination. Then next is National Standard Examination in Biology, NSEB. അതായത് ഓരോ കുട്ടികൾക്കും ഓരോ സബ്ജക്റ്റിനോട്, ചില സബ്ജക്റ്റിനോട് പ്രത്യേക ഇഷ്ടം കാണും, അല്ലേ? അപ്പോൾ അവർക്കായിട്ടാണ് നമ്മൾ ഈ എക്സാമുകൾ കാണുന്നത്. അതായത് IAPT കണ്ടക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് എക്സാംസ് ഉണ്ട്. നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ബയോളജി, നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ കെമിസ്ട്രി, ഫിസിക്സ്, ആസ്ട്രോണമി ഒക്കെ നിങ്ങൾക്കായിട്ടുണ്ട്. സോ ബയോളജിയെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും NSEB അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ NSEBക്കും നമ്മൾ NSC JS പറഞ്ഞതുപോലെ തന്നെ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലെവൽ, ദാറ്റ് ഇസ് NSEB ഈസ് ദ ഫസ്റ്റ് ലെവൽ. സോ അത് ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ നാഷണൽ ബയോളജി ഒളിമ്പ്യാഡ് അതിലേക്ക് കടക്കാവുന്നതാണ്. INBO എഴുതാവുന്നതാണ്. സോ അവിടെ നിന്നും സെലക്റ്റഡ് ആവുന്ന കുട്ടികൾക്ക് ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ്, ദെൻ അഗെയിൻ പ്രീ ഡിപ്പാർച്ചർ സെലക്ഷൻ ക്യാമ്പ്, ആൻഡ് ഫൈനലി ഇന്റർനാഷണൽ ഒളിമ്പ്യാഡിലേക്ക് സെലക്റ്റഡ് ആവുന്നതാണ്. ഓക്കെ, സോ ഇതൊരു ഡ്രീം ആയിരിക്കട്ടെ നിങ്ങളുടെ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, then next is National Level Science Talent Search Examination. Okay, NSTSC. Yes, ഇത് നമ്മൾ ഗ്രേഡ് ഫസ്റ്റ് തുടങ്ങി ഗ്രേഡ് 12th ക്ലാസ്സുകളിലെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എക്സാം ആണ്. ഇതിൽ നമ്മൾ നാഷണൽ മാത്സ് ആൻഡ് സയൻസ് ഒളിമ്പ്യാഡാണ്, മാത്സും ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഇവിടെയുള്ള ഏറ്റവും അട്രാക്റ്റീവ് തിങ് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് വർത്ത് 4 crores ആണ്. സോ നമ്മൾക്ക് കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. യൂണിഫൈഡ് കൗൺസിലാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ഫർദർ ഡീറ്റെയിൽസ്, ദ സിലബസ്. സോ NSTSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ സ്റ്റുഡൻസ് ഫോളോയിങ്. ഇപ്പോൾ കൂടുതലായിട്ടും ഇവിടെ CBSE, ICSE, ISC ആൻഡ് നിങ്ങൾ ഏത് ബോർഡ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കാരണം എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇവിടെ സിലബസിൽ. ആൻഡ് അഗെയിൻ കമ്മിങ് ടു ദ എക്സാം ഷെഡ്യൂൾ, എക്സാം 2 ദിവസങ്ങളിലായിട്ടാണ്. കാരണം ഓഫ്ലൈൻ എക്സാം ഡേറ്റ്സ് കൊടുത്തിരിക്കുന്നത് സ്കൂളുകളിൽ വഴി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബൾക്ക് എമൗണ്ട് ഓഫ് കുട്ടികൾക്ക് വേണ്ടിയാണ്. സോ ദാറ്റ് ഈസ് 5th and 17th ഡിസംബറിലാണ് എക്സാം വരുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് പോസിബിൾ ആണ്. സോ അങ്ങനെ ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് ഓൺലൈൻ എക്സാംസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. ജാനുവരിയാണ്, 25th ജാനുവരിയിലാണ് വരുന്നത്. And for further details, you can visit the website www.unifiedcouncil.com. Okay, yes, അപ്പോൾ ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എത്രത്തോളം എക്സാമുകൾ അവൈലബിൾ ആണോ അത്രത്തോളം എക്സാമുകൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, എക്സാം വിൻ ചെയ്യുക. ഓക്കെ, യെസ്. ദെൻ ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുവാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഞങ്ങൾക്കറിയാം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്. നമുക്കിനി BSO ലെവൽ 1 എക്സാം എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് BSO എക്സാം പ്രിപ്പറേഷൻ എന്ന് വേണം കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കിടക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ക്ലാസ് 5. സോ വാട്ട് പാർട്ട് ഓഫ് ദ പ്ലാൻ ഹോൾഡ്സ് ഇറ്റ് ഇൻ ദ ഗ്രൗണ്ട്? സോ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ അതെ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾക്ക് ഗെറ്റിംഗ് ടു നോ പ്ലാൻസ് എന്നൊരു ചാപ്റ്റർ ഇൻക്ലൂഡഡ് ആണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്.
സോ പ്ലാന്റിനെ അതിൻ്റെ ഗ്രൗണ്ടുമായി ഹോൾഡ് ചെയ്യാനായിട്ട് ഏത് പാർട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റം, ദെൻ ബി റൂട്ട്, സി ലീഫ്, ഡി ഫ്ലവർ. സോ വിച്ച് വിൽ ബി ദ റൈറ്റ് ആൻസർ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, റൂട്ട് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരു പ്ലാന്റിനെ അതിൻ്റെ ഗ്രൗണ്ടിനോട് ഹോൾഡ് ചെയ്യുന്നത് റൂട്ട്സ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Okay, fifth standard students വേണ്ട next question. Very simple question. Which sense organ is the largest? നിങ്ങൾക്കറിയാം 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് സെൻസ് ഓർഗൻ ഏതായിരിക്കും? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഐ, ടങ്, നോസ്, സ്കിൻ. ആൻസർ ഇസ് സ്കിൻ. ഓക്കെ, യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എനിക്ക് തോന്നുന്നു മിസ്സേ ഇവരെല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ട് നമ്മളെക്കാളും ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മിസ് ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഉത്തരം എടുത്തു കഴിഞ്ഞു. ഓക്കെ, ദെൻ കമ്മിങ് ടു ക്ലാസ് 6, പ്ലാന്റ്സ് ഗീവ് ഔട്ട് ആൻഡ് ടേക്ക് ഇൻ ഗ്യാസസ് ത്രൂ. അപ്പോൾ പ്ലാന്റ്സിൽ ഗേഷ്യസ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓപ്ഷൻ എ റൂട്ട്സ്, സെക്കൻഡ് വൺ സ്റ്റൊമേറ്റ, സി സ്പെഷ്യൽ ഓർഗൻസ്, ഡി ബഡ്സ്. സോ ദ ഗേഷ്യസ് ട്രാൻസ്ഫ്യൂഷൻ, അത് മാത്രമല്ല ട്രാൻസ്പിരേഷൻ ഒക്കെ ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാണ് സ്റ്റൊമേറ്റ. സ്റ്റൊമേറ്റ എന്ന് പറയുന്നത് അതിലെ ഒരു പോർ, സ്റ്റൊമേറ്റൽ പോർ ഉണ്ട്. അതിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ്ങിന് വേണ്ടി ഗാർഡ് സെൽസ് ഉണ്ട്. അതിനെ സറൗണ്ട് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സബ്സിഡറി സെൽസ് ഉണ്ട്. ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറിനെ നമ്മൾ സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് എന്ന് പറയും. സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് വഴിയാണ് ഈ ഗേഷ്യസ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കർ ചെയ്യുന്നത്. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസ് 6. ക്ലാസ് 6 വേണ്ടിയുള്ള ഒരു സിമ്പിൾ ഈസി ക്വസ്റ്റ്യൻ. ടോപ്പിക് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Unscramble the given word which is a disease that causes growth failure, fatigue and loss of muscle mass. അതായത് ഇവിടെ ഒരു വേർഡ് വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടല്ല, ലെറ്റർ ജംബിൾഡാ. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ഒരു ഡെഫിഷ്യൻസി ഡിസീസാണ്. ആ ഡെഫിഷ്യൻസി ഡിസീസിൻ്റെ ഫീച്ചേഴ്സാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ W കാണുന്ന ആർക്കും ഗ്രേഡ് 6 ബയോളജി പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് മനസ്സിലാകും. ഇത് ക്വാഷിയോർക്കർ എന്ന് വിളിക്കുന്നൊരു ഡെഫിഷ്യൻസി ഡിസീസാണ്. അപ്പോൾ അത് ഏത് ന്യൂട്രിയൻറ്റിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ്, പ്രോട്ടീൻ. യെസ്, അപ്പോൾ ആൻസർ ഏതാ? പ്രോട്ടീൻ. ഓക്കെ, ഓപ്ഷൻ ഡി is the right answer. Then moving to class 7 questions. Some organisms grow a protruding part on their body and these parts detach to produce new offsprings and this process is called. സോ എന്താണ് ആൻസർ വരുന്നത്? അങ്ങനെ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ പ്രൊട്രൂഡ് ചെയ്ത് വന്ന് അത് ഡിറ്റാച്ച് ചെയ്തപ്പോൾ ഇതൊരു പുതിയ ഓർഗാനിസം ആകുന്നു അല്ലേ? അപ്പോൾ ആ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ പറയുന്ന പേരാണ് ദാറ്റ് ഇസ് ബഡ്ഡിംഗ് അല്ലേ? സോ ഹൈഡ്ര ബഡ്ഡിംഗ് കാണിക്കുന്നുണ്ട്. യെസ്, ഈസ്റ്റിലുണ്ട്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. യെസ്, ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് ഇൻ പ്ലാന്റ്സ്. ഫുഡ് ട്രാൻസ്ലൊക്കേഷന് വേണ്ടിയുള്ള സ്ട്രക്ചർ ഏതാണ് പ്ലാന്റ്സിൽ? അപ്പോൾ ഇത് നമുക്കറിയാം കോംപ്ലക്സ് ടിഷ്യൂസ്, വാസ്കുലർ ടിഷ്യൂസിന് അണ്ടറിൽ വരുന്ന ഫ്ലോയമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ കമ്മിങ് ടു സൈലം. സൈലം ഈസ് വാട്ടർ കണ്ടക്ഷന് വേണ്ടിയുള്ള ഫംഗ്ഷനാണ് സൈലത്തിൻ്റെത്. സോ ഹിയർ ഫുഡ് ട്രാൻസ്ലൊക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്ലോയം. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The function of the centrosome. ഇത് ക്ലാസ് 8 വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ ഫംഗ്ഷൻ ഓഫ് ദ സെൻട്രോസോം ഈസ്. സെൻട്രോസോം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആനിമൽ സെല്ലിൽ സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൽ ഓർഗനലാണ് സെൻട്രോസോം. അതായത് സെൽ ഡിവിഷൻ്റെ സമയത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യും. ആ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ക്രോമസോംസിൻ്റെ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളാണ് സ്പിൻഡിൽ ഫൈബേഴ്സ്. സോ ഇവരുടെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൽ ഓർഗനലാണ് എന്ത്? സെൻട്രോസോം. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, ഫോർമേഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following events in the mouth cavity will be affected if salivary amylase is lacking in the saliva? നിങ്ങൾക്കറിയാം സലൈവയിൽ ഒരു എൻസൈം ഉണ്ട്, അതാണ് സലൈവറി അമൈലേസ്. അത് എന്ത് ഡൈജഷൻ പ്രോസസ്സാണ് നടത്തുന്നത്? എന്ത് ബ്രേക്ക് ഡൗൺ പ്രോസസ്സ്? അതാണ് നിങ്ങൾ കഴിക്കുന്ന സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗേഴ്സ്, മാൾട്ടോസ് പോലെയുള്ള സിമ്പിൾ ഷുഗേഴ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സ്. ആ ഫങ്ഷൻ ചെയ്യുന്നത് ആരാണ്? സലൈവറി അമൈലേസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ? ഈ സലൈവറി അമൈലേസ് സലൈവയിൽ ഇല്ലെങ്കിൽ ഏത് പ്രോസസ്സാണ് നടക്കാത്തത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻസർ നിങ്ങൾ കിട്ടിക്കാണും. ഓപ്ഷൻ എ, സ്റ്റാർച്ച് ബ്രേക്കിംഗ് ഡൗൺ ഇൻ ടു ഷുഗേഴ്സ്. ഓക്കെ, Then coming to the class 10 questions. A man with blood group AB marries a woman with blood group
or what are the possible blood groups of their children? Okay, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനിലേക്ക് കടക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുന്നത് ജെനറ്റിക്സ് ടോപ്പിക്കിൽ നിന്നാണ്. ക്ലാസ് 10 സ്റ്റുഡൻസ്, ഐ തിങ്ക് യു സ്റ്റഡീഡ് ദ ജെനറ്റിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. AB ബ്ലഡ് ഗ്രൂപ്പ് പേരൻറ്റിന് എന്തായിരിക്കും അവിടെ ജീനോ ടൈപ്പ് വരിക? അപ്പം ടോട്ടൽ നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻലി 3 അല്ലീൽസ് ആണുള്ളത് അല്ലേ? 3 അല്ലീൽസ്, IA, IB, I അല്ലീൽസ് ആണുള്ളത്. മൾട്ടിപ്പിൾ അല്ലീൽസിന്റെ എക്സാമ്പിൾ ആണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. സോ AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു ഇൻഡിവിജ്വലിന്, അപ്പം ഒരു മാൻ പറയുന്നുണ്ട് AB ബ്ലഡ് ഗ്രൂപ്പ് ആണ്. സോ അദ്ദേഹത്തിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് IA, IB വിൽ ബി ദ ജീനോടൈപ്പ്. Then coming to the female, the woman with the O blood group. അപ്പോൾ O blood group ഉള്ള വുമന്റെ കേസിൽ അവിടെ ജീനോടൈപ്പ് വരുന്നത് II ജീനോടൈപ്പ് ആണ്. സോ ദ പോസിബിൾ ദ ജീനോടൈപ്സ് ഓഫ് ദ ഓസ്പ്രിങ്, കുട്ടികളുടെ പോസിബിൾ ജീനോടൈപ്സ് വരുന്നത് IAI. സോ IAI ഒരു പോസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ IBI ഒരു പോസിബിലിറ്റി ആണ്. ഓക്കെ, 2 പോസിബിലിറ്റികളാണ് വരുന്നത്. സോ 2 ചാൻസുകളാണ്. ഒന്നെങ്കിൽ ആ കുട്ടി ഒരു A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുട്ടിയായിരിക്കും. സോ ദ ആൻസർ ഓപ്ഷൻ ബി ആണ്. A ആൻഡ് B ഓൺലി, 2 പോസിബിലിറ്റി ഉള്ളൂ. കുട്ടികൾക്ക് ഒരിക്കലും AB വരില്ല, അതുപോലെ തന്നെ O ബ്ലഡ് ഗ്രൂപ്പും ഉണ്ടായിരിക്കില്ല. ഓപ്ഷൻ B is the right answer. And coming to the next question, class 10, a cross that involves 2 traits is called a dash cross. ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് a cross that involves 2 traits or characters അല്ലേ? 2 traits or characters കൺസിഡർ ചെയ്യുന്ന ക്രോസിനെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കുക? സോ നിങ്ങൾക്കറിയാം മെൻ്റലിസം. ഓക്കെ, നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. എല്ലാ ഒളിമ്പ്യാഡ് എക്സാമിനും തന്നെ ജെനറ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടുള്ളതാണ്. സോ തീർച്ചയായിട്ടും ക്രോസസ് പഠിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൻ്റലിസത്തിൽ അദ്ദേഹം ചെയ്ത ക്രോസുകളിൽ അദ്ദേഹം 2 ക്യാരക്ടറുകൾ കൺസിഡർ ചെയ്ത ക്രോസുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സീഡ് ഷേപ്പ്, സീഡ് കളർ എന്ന 2 ക്യാരക്ടറുകൾ വെച്ച് ക്രോസസ് ചെയ്തിട്ടുണ്ട്. ഫർദർ പിന്നീട് വന്ന സയൻറ്റിസ്റ്റുമാരും ഇതേപോലെ തന്നെ 2 ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്രോസസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ക്രോസിന് വിളിക്കുന്ന പേരാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. The name of the cross is option B, dihybrid cross. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസിൽ 2 ക്യാരക്ടറുകൾ കൺസിഡർ ചെയ്യുന്നു. ദെൻ വാട്ട് അബൌട്ട് ദ മോണോഹൈബ്രിഡ് ക്രോസ്? മോണോഹൈബ്രിഡ് ക്രോസിൽ ഒരു സിംഗിൾ ക്യാരക്ടറാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഹൈറ്റ് എന്നൊരു ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് സി എന്താണ് കൊടുത്തിരിക്കുന്നത്? പുന്നറ്റ്. പുന്നറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഈസിയർ വേ, ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ക്രോസ് ആണ്. അപ്പോൾ അതിങ്ങനെ കോളമൊക്കെ വരച്ച് അതിൽ നമ്മൾ ഗമേറ്റ്സ് ഫില്ല് ചെയ്യും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രോസസ് മെൻഷൻ ചെയ്യാൻ പറ്റും. റെജിനാൾഡ് സി പുന്നറ്റ് എന്ന സയൻറ്റിസ്റ്റാണ് അങ്ങനെ പുന്നറ്റ് സ്ക്വയർ അവതരിപ്പിക്കുന്നത് ഫോർ ദ ഈസി ക്രോസ് കാൽക്കുലേഷൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടെസ്റ്റ്. ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത് അൺനോൺ ജീനോടൈപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ മനസ്സിലാക്കാനും സാധിച്ചെന്ന് കരുതുന്നു. അപ്പം ഇന്ന് നമ്മുടെ വിദ്യാരംഭ ദിവസം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒളിമ്പ്യാഡ് ക്ലാസ്സസ് നൽകാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെയേറെ അഭിമാനിക്കുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സോ ബൈ റെപ്രസെൻറ്റിംഗ് ദ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ. അപ്പം ഈ ഒരു വിദ്യാരംഭത്തിൽ നിങ്ങൾ ആദ്യം പഠിച്ചത് ഒളിമ്പ്യാഡിനെ പറ്റി തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള എല്ലാ ഒളിമ്പ്യാഡ് എക്സാംസിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ എക്സാംസിലും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് 5, 6, 7 അല്ലേ, നമ്മുടെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വളരെ നല്ലൊരു തുടക്കമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നു. സോ കുറച്ചുകൂടെ ഹയർ ക്ലാസ്സസിലാണ് ഒരുപാട് എക്സാമുകൾ വരുന്നതെന്ന് നിങ്ങൾ കണ്ടു അല്ലേ. ഇപ്പോൾ നമുക്ക് NST SC ഒക്കെ നിങ്ങൾക്കും അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളത് അറ്റൻഡ് ചെയ്യണം. നമ്മുടെ BSO എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. അറിയാം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് രൂപയുടെ പ്രൈസസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക, പ്രൈസസ് വിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ക്ലാസ്സസിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീണ്ടും എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ എയിം എപ്പോഴും അങ്ങനെ ടോപ്പിലേക്ക് ഇരിക്കണം അല്ലേ മിസ്സേ? നമുക്കിപ്പോൾ ഇന്റർനാഷണൽ, യെസ് വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഒരു ഇന്റർനാഷണൽ ഒളിമ്പ്യാഡിലേക്കൊക്കെ കടക്കണമെങ്കിൽ നമ്മുടെ അംബീഷൻ അവിടെ തന്നെ നിൽക്കട്ടെ, നമ്മുടെ ഡ്രീം അവിടെ ഇരിക്കുക. നമ്മൾ അത്രയും ഹൈയിൽ നമ്മൾ ഡ്രീം ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ പടിപടിയായിട്ട് അല്ലേ. നമുക്കിപ്പോൾ നിങ്ങൾ കണ്ടതാണ് എത്രയോ ലെവലുകളാണ് എക്സാമുകൾക്കുള്ളത്. നമുക്കൊരു ബേസ് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി സെറ്റ് ചെയ്താൽ നമുക്കതിൽ നമ്മൾക്ക് അതിൽ ബിൽഡ് ചെയ്ത് നമ്മൾക്ക് ടോപ്പ് ലെവൽ എത്താൻ
സിമ്പിൾ ആവും, ഇസന്റ് ഇറ്റ്? അപ്പോൾ ബേസ് ഫൗണ്ടേഷനും നമുക്ക് കിട്ടുന്നുണ്ട്, അതോടൊപ്പം പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ 2 ടിപ്സ് ഫോർ ടു ക്രാക്ക് ദ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ അതെപ്പോഴും മനസ്സിലിരിക്കട്ടെ. അപ്പം ഏത് ടോപ്പിക്ക് പഠിച്ചാലും, പ്രത്യേകിച്ച് ഈ ചെറിയ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൗണ്ടേഷൻ നല്ല ക്ലിയർ ആക്കാനുള്ള അവസരമാണ്. നമ്മൾ കുറേയധികം വലിയ ക്ലാസ്സുകൾ എത്തിയ ശേഷം വീണ്ടും ബേസിക്സ് പഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വൺസ് യു സ്റ്റഡീഡ്, സോ ക്ലിയർ യുവർ ബേസ് നല്ല ക്ലിയർ ആയിരിക്കട്ടെ, നിങ്ങളുടെ റൂട്ട് നല്ല സ്ട്രോങ് ആയിരിക്കട്ടെ, അല്ലേ? നമ്മൾ പ്ലാന്റ് ടേംസിൽ പറഞ്ഞ നിങ്ങളുടെ റൂട്ട് വളരെയധികം സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിന് മേലെ നിങ്ങൾക്ക് വീണ്ടും വളരാനായിട്ട് സാധിക്കും. പിന്നെ വീണ്ടും ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ ഏത് ഹയർ കോഴ്സസിലേക്ക് കടന്നാലും അവിടെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ ഫർദർ ബിൽഡിംഗ് ആണ്. സോ എന്തിനും നമുക്കൊരു ബേസ് അത്യാവശ്യമാണ്. സോ അതിന് നിങ്ങൾ ഒരുപാട് ഈ ഒരു ഒളിമ്പ്യാഡ് എക്സാംസ് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഓരോ എക്സാംസ് നോക്കിയാലും അറിയാം വളരെയധികം സയൻറ്റിഫിക്കലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എക്സാം സീരീസുകളാണ്. അത് കൂടുതലായിട്ട് നിങ്ങളുടെ നോളജ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് അറിയാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഇങ്ങനെ എക്സാമുകൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരും. അതായത് ക്ലാസ് റൂമിനപ്പുറം ആപ്ലിക്കേഷൻ ലെവൽ നിങ്ങൾക്ക് ചിന്തിക്കാനും ചെയ്യാനും പറ്റാനുള്ള ഒരു സ്കില്ല് അത് നമുക്ക് ഇതിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മൾ വെറും സിലബസ് പഠിച്ചാൽ കിട്ടുന്നതല്ല. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ്, റീസണിങ്, നിങ്ങളുടെ ബ്രെയിൻ സ്വിച്ച് ഓവർ ചെയ്ത് നിങ്ങളെ എല്ലാ സ്കിൽസും നിങ്ങൾക്ക് ആ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ സ്കിൽസിനെ ബൈ പ്രാക്ടീസ് നമ്മൾ കൂടുതൽ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? നമ്മുടെ കയ്യിൽ എത്ര വലിയ സ്കിൽസ് ഉണ്ടെങ്കിലും നമ്മളത് ഉപയോഗിക്കാതെ മാറ്റിവെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു നിമിഷം അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. സോ നിങ്ങൾ നിങ്ങളുടെ മെമ്മറി ഒന്നുകൂടെ ആക്റ്റീവ് റീകോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, അതിങ്ങനെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ക്ലാസ് 5 to 10 എല്ലാവർക്കും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പഠിക്കുക. നിങ്ങളോടൊപ്പം നിങ്ങളുടെ പേരൻസ് തീർച്ചയായിട്ടും ഉണ്ടല്ലേ, ഇന്ന് നിങ്ങളെ ലൈവിന് കയറ്റിയിരിക്കുന്നതും നിങ്ങളോട് ക്ലാസ്സിന് പോകാൻ പറയുന്നതൊക്കെ അവരാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളോടൊപ്പം ബ്രില്യൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ഞങ്ങളുടെ അടുത്ത് ചോദിക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡൗട്ട്സ് ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം കണ്ടിന്യൂസ് ആയിട്ട് ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും പ്രൈസസ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വിന്നേഴ്സിനെ കാത്തിരിക്കുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൈസസ് ആണ്. അപ്പം എല്ലാവരും എക്സാം നല്ല രീതിയിൽ അതിനുവേണ്ടി തന്നെ നിങ്ങളൊരു സമയം കണ്ടെത്തി പഠിക്കുക. തീർച്ചയായിട്ടും ഈ പഠിക്കുന്നതൊന്നും നമുക്കൊരു നഷ്ടമല്ല എന്ന് തന്നെ ചിന്തിക്കുക. നിങ്ങൾ തന്നെ കണ്ടില്ലേ നമ്മുടെ BSO സിലബസുകൾ, അത് തന്നെയാണ് നമുക്ക് ഫർദർ ഫ്യൂച്ചർ ഒളിമ്പ്യാഡ്സിലും എല്ലാം വീണ്ടും വരുന്നത്. അത് മാത്രമല്ല നിങ്ങൾ ബോർഡ് എക്സാംസ് എഴുതുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു ബേസ് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഹയർ ക്ലാസ്സസിലും ഇപ്പോൾ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് നമ്മൾ സിലബസ് കുറച്ച് എലിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഹയർ ക്ലാസ്സിൽ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് എക്സൽ ചെയ്യാനും ഇതുകൊണ്ട് പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളുടെ മോക്ക് സീരീസൊക്കെ അറ്റൻഡ് ചെയ്യുക, എക്സാമിന് രജിസ്റ്റർ ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടത്തുക. അതൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട്, അത് നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റാർട്ട്, ഇനീഷ്യലൈസേഷൻ, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വി ആർ ഹിയർ ഫോർ ഹെൽപ്പിംഗ് യു ആൻഡ് വി വിഷ് യു ഷുഡ് ഹാവ് എ വെരി ഹാപ്പി ആൻഡ് എ പ്രോസ്പെറസ് അക്കാഡമിക് ഇയർ അഹെഡ്. അതെ, ഈ ഒരു വിദ്യാരംഭത്തിൽ നമ്മൾ ഒളിമ്പ്യാഡോടുകൂടി ആരംഭിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു അക്കാദമിക് ഇയർ മുന്നോട്ടുണ്ടാവട്ടെ. എല്ലാ എക്സാമിനും വിജയിക്കട്ടെ. നല്ലൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. ഓക്കെ, സോ എവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. Brilliant Study Center, India's #1 coaching